ഹായ് ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് GST. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കോമ്പോസിഷൻ ലെവി സ്കീം അണ്ടർ GST. ഓക്കെ, GSTൻ്റെ അണ്ടറിലുള്ള കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് അണ്ടർ സെക്ഷൻ 10 ആണത് എന്ത് ചെയ്യുന്നത്, GST ആക്ടിൽ അണ്ടർ സെക്ഷൻ 10 ആണത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പോസിഷൻ സ്കീം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് GST? ഓക്കെ, ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്കീമാണ്, GSTയിൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണെന്ത്, ഈ ഒരു കോമ്പോസിഷൻ സ്കീം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സ്മോൾ ടാക്സ് പേയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് കോമ്പോസിഷൻ സ്കീമിനെ ലിബറലൈസ്ഡ് സ്കീം എന്ന് പറയുന്നത്. അതായത് സ്മോൾ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ബിസിനസ് നടത്തുന്ന MSME പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് നടത്തുന്ന സ്ഥാപനങ്ങൾ GSTയുടെ ലീഗൽ ഫോർമാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ GSTൻ്റെ ലീഗൽ കംപ്ലയൻസിൽ നിന്ന് സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സ്കീം ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ചെറിയ ചെറിയ ബിസിനസ്സുകാർക്ക്, ചെറിയ ചെറിയ ടാക്സ് പേയേഴ്സിന് GSTൻ്റെ കംപ്ലയൻസിൽ നിന്ന് അല്ലെങ്കിൽ GSTൻ്റെ ലീഗൽ ഫോർമാലിറ്റിയിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഒപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് GST ആക്ട് സെക്ഷൻ 10 ആണിത് പറയുന്നത്. സോ GST ലോ അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, ഒരു നോർമൽ രണ്ട് രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. ഒന്ന് നോർമൽ രജിസ്ട്രേഷന്, മറ്റൊന്ന് എന്താണ് ഈ ഒരു കോമ്പോസിഷൻ സ്കീമിൽ ഒപ്റ്റ് ചെയ്യാം. ഓക്കെ, നോർമൽ രജിസ്റ്റർ ചെയ്ത ആൾ എന്ത് ചെയ്യണം, മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് റെക്കോർഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ GST പേ ചെയ്യണം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള നോർമൽ രജിസ്ട്രേഷൻ്റെ കേസിൽ ചെറിയ ചെറിയ ബിസിനസ്സുകാർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, സോ അത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകാരെ ടാക്സ് കംപ്ലയൻസിൽ നിന്ന് സേവ് ചെയ്യാം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണെന്ത്, ഈ ഒരു കോമ്പോസിഷൻ സ്കീം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാം. ദി കോമ്പോസിഷൻ സ്കീം ഈസ് an alternative method of levy of tax designed for small taxpayers. ഓക്കെ, ചെറിയ ടാക്സ് പേയേഴ്സിന് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്കീമാണെന്ത്, ഈ ഒരു കോമ്പോസിഷൻ സ്കീം. ഇതൊരു ഓപ്ഷണൽ സ്കീമാണ് കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ ഒപ്റ്റ് ചെയ്യാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്കീം ഈസ് ടു ബ്രിങ് സിംപ്ലിസിറ്റി, എന്താണ് ഈ ഒരു, ആൻഡ് ടു റെഡ്യൂസ് ദി കംപ്ലയൻസ് കോസ്റ്റ് ഫോർ ദി സ്മോൾ ടാക്സ് പേയേഴ്സ്. ചെറിയ സ്റ്റാർട്ടപ്പ് പോലുള്ള അല്ലെങ്കിൽ ചെറിയ എന്താണ് ടാക്സ് പേയേഴ്സിന് ഈ ഒരു GSTയുടെ പ്രൊസീജിയറിൽ നിന്ന്, ലീഗൽ കംപ്ലയൻസിൽ നിന്ന് സേവ് ചെയ്യുക അല്ലെങ്കിൽ ആ ലീഗൽ കംപ്ലയൻസ് കുറക്കുക എന്നുള്ള ഒബ്ജക്റ്റീവോട് കൂടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, ഈ ഒരു സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ദെൻ ഇനി ആർക്കാണത് എലിജിബിൾ ആവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു സ്കീം ആർക്കാ കിട്ടേണ്ടത് എന്നുള്ളത്. സോ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് 2 ടൈപ്സിൽ അല്ലേ കാര്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നോർമൽ സ്കീമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു കോമ്പോസിഷൻ സ്കീമുണ്ട്. നോർമലായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മന്ത്ലി ആയിട്ട് അവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും, റെക്കോർഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. എന്നാലോ ചെറുകിട ബിസിനസ്സുകാർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും ഇല്ലേ, സ്റ്റാർട്ടപ്പുകൾക്ക്, അതുപോലെ തന്നെ ചെറിയ മീഡിയം MSME പോലുള്ള ബിസിനസ്സുകൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായി വരാറുണ്ട്. സോ അത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുക, ലീഗൽ കംപ്ലയൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കാണിത് എലിജിബിൾ ആവുക, ആരാണ് ഈ ഒരു സ്കീം, ആർക്കൊക്കെ ഈ ഒരു സ്കീം ഒപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, എൻ എലിജിബിൾ രജിസ്റ്റേർഡ് പേഴ്സൺ, എന്താണ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഇത് എലിജിബിൾ ആണ്, ഹൂസ് അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഇൻ ദി പ്രൊസീഡിംഗ് ഫൈനാൻഷ്യൽ ഇയർ ഡിഡ് നോട്ട് എക്സീഡ് 1.5 crore. ഓക്കെ, എന്താണ് മേ ഒപ്റ്റ് ടു പേ അണ്ടർ കോമ്പോസിഷൻ സ്കീം. എന്ത് ചെയ്യുക അല്ലേ, ഒരു പ്രൊസീഡിംഗ് ഫൈനാൻഷ്യൽ ഇയറിൽ അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടി കടക്കാത്ത GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോമ്പോസിഷൻ സ്കീം ഒപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം 1.5 കോടി വരെയുള്ള അഗ്രിഗേറ്റ് ടേൺ ഓവർ, ഓക്കെ, അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്കീം ഒപ്റ്റ് ചെയ്യാം. അഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ, മൊത്തത്തിലുള്ള അല്ലേ ഒരു പാൻ നമ്പറിൻ്റെ അണ്ടറിൽ എത്രയൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടോ അതിലൊക്കെ വന്നിട്ടുള്ള മൊത്തം എന്താണ്
ഔട്ട്വാർഡ് സപ്ലൈസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. സോ ആ ഒരു അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടി കൂടാത്ത രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു സ്കീം ഒപ്റ്റ് ചെയ്യാം. ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ അത് എന്താണ്, 75 ലക്ഷമാണ്. ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ അതാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്. അതിലെന്താണ് 75 ലക്ഷത്തിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ കൂടാൻ പാടില്ല. അപ്പം 75 ലക്ഷം വരെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉള്ള നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റിലൊക്കെ ഉള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺ എന്ത് ചെയ്യാം, ഈ ഒരു സ്കീം ഒപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇതിൽ എന്തല്ല, അവൈലബിൾ അല്ല. ഓക്കെ, അതുപോലെ തന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സണ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സ്കീമിന് എലിജിബിൾ അല്ല. ഓക്കെ, ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് എലിജിബിലിറ്റി. ഓക്കെ, ആരാണ് എലിജിബിൾ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്, അഗ്രിഗേറ്റ് ടേൺ ഓവർ മസ്റ്റ് ബി ബിലോ 1.5 crore അല്ലേ, 1.5 കോടിക്ക് താഴെ ആയിരിക്കണം എന്ത്, അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ളത്. ദെൻ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റുകൾക്കൊക്കെ എത്രയാണ്, അത് 75 ലക്ഷത്തിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ കൂടാൻ പാടില്ല. അതിൻ്റെ താഴെയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺ എന്ത് ചെയ്യാം, ഈ ഒരു സ്കീം ഒപ്റ്റ് ചെയ്യാം. ദെൻ രണ്ടാമത്തത് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് എന്താണ്, ഫിക്സഡ് ടാക്സ് റേറ്റ് ആണ് ഇതിലുള്ളത്. ഫിക്സഡ് റേറ്റ് ഓൺ ദി ടോട്ടൽ സെയിൽസ് ടേൺ ഓവർ. എന്താണ്, ആ ഒരു ടേൺ ഓവറിൻ്റെ ഒരു ഫിക്സഡ് റേറ്റ് ആണ് എന്തുള്ളത്, ടാക്സ് റേറ്റ് ഉള്ളത്. ഇപ്പോൾ സെക്ഷൻ 1, ഓക്കെ, സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പറയുന്നത് മാനുഫാക്ചർ ആൻഡ് ട്രേഡർ. ഓക്കെ, മാനുഫാക്ചർ, ട്രേഡർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇവർക്ക് പറയുന്ന റേറ്റ് ഇത്രയേ ഉള്ളൂ. എന്താണ് അല്ലേ, 0.5% CGST, 0.5% SGST അല്ലേ, 1% GST ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ മാനുഫാക്ചർ ട്രേഡർ, അത് മാനുഫാക്ചർ ട്രേഡറിൽ അണ്ടറിൽ വരാത്ത സാധനങ്ങളുണ്ട് കേട്ടോ, ഇവർ അണ്ടറിൽ വരില്ല. ഈ ഒരു മാനുഫാക്ചർ ട്രേഡർ അണ്ടറിൽ വരില്ല. ആരൊക്കെ, ഐസ്ക്രീം, പാൻ മസാല, ടൊബാക്കോ ഉണ്ടാക്കുന്ന ആൾക്കാർ അല്ലേ, ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു മാനുഫാക്ചറിന് അണ്ടറിൽ വരില്ല കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ട്രേഡേഴ്സ് പറഞ്ഞാൽ ഇവർക്ക് ആകെ 1% GST ഉള്ളത്. ഇനി റെസ്റ്റോറൻറ്റ് നോട്ട് സെർവിങ് ആൽക്കഹോൾ സെർവ് ചെയ്യാത്ത റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് സർവീസാണ് ഇവിടെ പറയുന്നത്. സോ അവർക്ക് എത്രയാണ് അല്ലേ, 2.5 മാക്സിമം എന്താണ് 5% ഓൽക്കെന്തുള്ളൂ GST ഉള്ളത്. അതാണ് ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് നോട്ട് അവൈലബിൾ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ അല്ല. ഓക്കെ, അത് പറയേണ്ട ആവശ്യമില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്ലേസ് ഓഫ് സപ്ലൈ. എന്താണ്, ഈ ഒരു സപ്ലൈ എവിടെ ഉണ്ടാകാൻ പാടുള്ളൂ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ മാത്രമേ നടത്താൻ പാടുള്ളൂ. അങ്ങനത്തെ എന്ത് കോമ്പോസിഷൻ സ്കീം ഒപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓൺലി ടു ദി ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടത്തുന്നതിനാണ് ഈ ഒരു കോമ്പോസിഷൻ സ്കീം ബാധകമാവുള്ളൂ. ഓക്കെ, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോമ്പോസിഷൻ സ്കീം ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇനി റിട്ടേൺ ഫയലിംഗ് ആണ്. റിട്ടേൺ ഫയലിംഗ് സാധാ നോർമൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾ മന്ത്ലി എന്ത് ചെയ്യണം, GST റിട്ടേൺ ഫയൽ ചെയ്യണം. എന്നാലോ ഈ ഒരു കോമ്പോസിഷൻ സ്കീമിലുള്ള ആൾ ക്വാർട്ടറായിട്ട് എന്ത് ചെയ്താൽ മതി, ഫയൽ ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് നോട്ട് കളക്ട് GST ഫ്രം റെസിപ്പിയൻറ്റ്. ഓക്കെ, റെസിപ്പിയൻറ്റിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യൂല, GST കളക്ട് ചെയ്യൂല. ഓക്കെ, അതുകൊണ്ട് എന്താണ്, റെസിപ്പിയൻറ്റിന് ഏതുപോലത്തെ ബില്ലാണ് കൊടുക്കൽ, ഓക്കെ, GST ഇല്ലാത്ത ബിൽ ഓഫ് സപ്ലൈ ആണ് അവർക്ക് കൊടുക്കുക. ഓക്കെ, GST ഇല്ലാത്ത ബില്ലാണ് കൊടുക്കുക. നോട്ട് ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, ടാക്സ് ഇൻവോയ്സ് അല്ല അവർക്ക് കൊടുക്കുക. എന്താണ്, ആ ഒരു സാധനം കൊടുത്ത് എന്നുള്ള സാധാ ബില്ലാണ് അവർക്ക് കൊടുക്കുക. ടാക്സ് ഇൻവോയ്സ് അല്ല അവർക്ക് കൊടുക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു GSTൻ്റെ അണ്ടറിൽ വരുന്ന കോമ്പോസിഷൻ സ്കീമിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി ടാക്സ് റേറ്റ് നമ്മൾ പറഞ്ഞതാണ്. എന്താണ്, സെക്ഷൻ 10 അതിൽ 1 വരുന്ന കാര്യങ്ങളാണ് മാനുഫാക്ചർ ആൻഡ് ട്രേഡർ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് നോട്ട് സെർവിങ് ആൽക്കഹോൾ. ഇതിൽ കാര്യമായിട്ട് മാനുഫാക്ചർക്ക് ട്രേഡർക്ക് 1% GST, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് നോട്ട് സെർവിങ് ആൽക്കഹോൾ എന്താണ് 5% GST ഉള്ളത്. ഫിക്സ്ഡ് റേറ്റ് ആണ്. അത് GST കൗൺസിലിനെ മീറ്റിങ്ങിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറി വരാറുണ്ട് കേട്ടോ. ഇപ്പം അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഇത്രയാണ്. ഇനി ആർക്കൊക്കെ ഈ ഒരു കോമ്പോസിഷൻ സ്കീമിൻ്റെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എലിജിബിലിറ്റി ഒക്കെ റെഡി ആയാലും
ഈ ഒരു കോമ്പോസിഷൻ സ്കീമിൻ്റെ അണ്ടറിൽ വരാൻ പറ്റാത്ത ഒപ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ ആരൊക്കെയാണെന്നുള്ളത്. ദെൻ മാനുഫാക്ചർ ഓഫ് ഐസ്ക്രീം. എന്താണ് ഐസ്ക്രീമിൻ്റെ മാനുഫാക്ചേഴ്സ്, പാൻ മസാല, ടബാക്കോ, ഇതിൻ്റെ മാനുഫാക്ചർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സണും അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കോമ്പോസിഷൻ സ്കീം ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ബിസിനസ് വിച്ച് സപ്ലൈ ഗുഡ്സ് ത്രൂ ആൻ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെയാണ് അവരുടെ ഗുഡ്സ് സപ്ലൈ ചെയ്യണത് എന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കോമ്പോസിഷൻ സ്കീം ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എൻഗേജ്ഡ് ഇൻ സപ്ലൈ ഓഫ് സർവീസ് അതർ ദാൻ റെസ്റ്റോറൻറ്റ് സർവീസ്. റെസ്റ്റോറൻറ്റ് സർവീസ് അല്ലാത്ത മറ്റുള്ള എന്ത് സർവീസ് കൊടുക്കുന്ന ആളാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അഡ്വാൻറ്റേജ്, ഈ ഒരു കോമ്പോസിഷൻ സ്കീമിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ലെസ്സർ കംപ്ലയിൻസ്, ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ വളരെ കുറവാണ്. അതുപോലെ തന്നെ എല്ലാ ബുക്കും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട, മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഓക്കെ, ഇൻവോയ്സ് കാര്യങ്ങൾ, ടാക്സ് ഇൻവോയ്സ് എന്ത് ചെയ്യേണ്ട, അവർക്ക് ഇഷ്യൂ ചെയ്യേണ്ട, കാരണം അവർ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ദെൻ ലിമിറ്റഡ് ടാക്സ് ലയബിലിറ്റി. എന്താണ് ടാക്സ് ലയബിലിറ്റി? ലിമിറ്റഡ് ആണ്. ഓക്കെ, ചെറിയ റേറ്റ് ആണ് അവർക്കുള്ളത് ഇല്ലേ. ദെൻ ഹൈ ലിക്വിഡിറ്റി ആസ് ടാക്സസ് ആർ അറ്റ് ലോവർ റേറ്റ്. ഓക്കെ, എന്താണ് ടാക്സ് റേറ്റ് ഒക്കെ ലോവർ റേറ്റ് ആണ്. ദെൻ ഫയലിംഗ് റിട്ടേൺ ക്വാർട്ടർലി. അതുപോലെ എന്താണ് ക്വാർട്ടർലി അവർ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി, മന്ത്ലി അവരെന്ത് ചെയ്യേണ്ട, റിട്ടേൺ ഫയൽ ചെയ്യേണ്ട. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണ്, നോ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇവിടെ അവൈലബിൾ അല്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നോ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. എന്താണ് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റില്ല, അങ്ങനത്തെ GST കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല, ഇല്ലല്ലോ, ഇൻട്രാ സ്റ്റേറ്റ് ഉള്ളവർക്കേ പറ്റുള്ളൂ. ദെൻ പേ ടാക്സ് ഫ്രം പോക്കറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ടാക്സ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും, കാരണം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൂടി ഇല്ല ഇവിടെ. അതുകൊണ്ട് നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. ദെൻ നോൺ ടാക്സബിൾ ഗുഡ്സ്, ടാക്സ് പെയർ വിൽ നോട്ട് ബി എലിജിബിൾ ടു സപ്ലൈ നോൺ ടാക്സബിൾ ഗുഡ്സ് അണ്ടർ GST സച്ച് ആസ് ആൽക്കഹോൾ ആൻഡ് ഗുഡ്സ് ത്രൂ ആൻ ഇ കൊമേഴ്സ് പോർട്ടൽ. ഇ കൊമേഴ്സ് പോർട്ടലിലൂടെ എന്താണ് ഗുഡ്സോ കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ആൽക്കഹോൾ സെർവ് ചെയ്യുന്ന ആൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കോമ്പോസിഷൻ സ്കീം ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ സ്ട്രിക്റ്റ് പീനൽ പ്രൊവിഷനാണ്. ഈ ഒരു കോമ്പോസിഷൻ സ്കീമിൻ്റെ അണ്ടറിൽ വന്നാലും അതിൽ ടാക്സ് കൊടുക്കുന്നിടത്ത് എന്തെങ്കിലും ഫെയിലിയറൊക്കെ വരുത്തിയാൽ നല്ല ഫൈനും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അതാണ് സ്ട്രിക്റ്റ് പീനൽ പ്രൊവിഷനാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ് എന്തിനുള്ളത്, ഈ ഒരു കോമ്പോസിഷൻ സ്കീമിൻ്റെ അണ്ടറിൽ ടാക്സ് കൊടുക്കുന്നിടത്ത് എന്തെങ്കിലും ഫെയിലിയർ വരുത്തിയാൽ നല്ല പെനൽറ്റി കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു കോമ്പോസിഷൻ സ്കീമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.